എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. NSS HSS അതായത് കേശവദാസപുരം NSS സ്കൂളിൻ്റെ ഫസ്റ്റ് ബാച്ചായ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് നമ്മളൊരു യാത്ര പോവുകയാണ്. നമ്മുടെ ബ്രൈമൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. ഒരു വണ്ടി യാത്ര തിരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് പേരും കൂടെ എത്താനുണ്ട്. അതുകൊണ്ട് എത്തിയാൽ ഉടനെ നമ്മൾ യാത്ര തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്രയിൽ നമ്മൾ പോകുന്ന വഴിക്കുള്ള കാര്യങ്ങളും അവിടെ ചെന്നിട്ടുള്ള കലാപരിപാടികളെല്ലാം നമ്മൾ ഈ വീഡിയോയിലോട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ പോകുന്ന വഴിക്ക് നമുക്ക് കാണാം. യാത്ര തിരിച്ചിട്ടുണ്ട്. കരവളം എണിക്കര ഭാഗത്ത് ബാക്കിയുള്ള 2-3 വണ്ടി പോകുന്നുണ്ട്. ഞാനും കൂടെയാണ് ബൈക്കിൽ പോകുന്നത്. ബാക്കി എല്ലാവരും നമ്മുടെ ഭാഗത്ത് വന്ന് കണക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. യാത്ര നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് സ്ഥലം പാലോട് എത്തി നിൽക്കുന്നേ ഉള്ളൂ. ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. 3 വണ്ടി പുറകെ വരുന്നുണ്ട്. അപ്പോൾ സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് ഇപ്പോൾ എത്തുമെന്നാണ് പറയണേ. എത്തിയിട്ട് നമ്മളിനി അടുത്ത പോകും. നമ്മൾ അതുവരെ ഇവിടെ പോയി വെയിറ്റ് ചെയ്യും. അപ്പം അത് ബാക്കി പിന്നെ കാണാം. ഒരു സെറ്റൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അവർ നമ്മളെ പോലെ തന്നെയാണ്. അതാ ഹെയർ പിന്നുകൾ കയറി തുടങ്ങിയിട്ടുണ്ട്. പോരട്ടെ. സെറ്റ് നമ്മുടെ പിള്ളേർ കണ്ട വഴിയിലായൊരു വണ്ടി നമ്മൾ ഒന്ന് സഹായിച്ചു കൊടുക്കുകയാണ്. നമ്മളെ ഡ്രൈവർ ജിതിന് വണ്ടി ഒന്ന് നോക്കുകയാണ്. നോക്കണം, അളിയെ നോക്കുകയാണ്. അത് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കും. അത് നമ്മുടെ റാണി വണ്ടി നോക്കുകയാണ്. ഡ്രൈവിങ്ങിൽ എക്സ്പേർട്ടാണ്. വണ്ടി വഴിയിലായി പോയി. വണ്ടി സ്റ്റാർട്ടായി കൊടുത്തിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ടായി കൊടുത്തു. അങ്ങനെ ആള് ഹാപ്പി ആയിരിക്കണം. ചിരിച്ചോണ്ട മുഖത്തൊക്കെ നിൽക്കുകയാണ്. റാണി ഡയറക്ഷൻ കൊടുത്തു. ജിതിന് വണ്ടിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. ആ വണ്ടി തള്ളി സ്റ്റാർട്ടാക്കിയ NSSന്റെ ചുണക്കുട്ടികൾ. നമ്മളെ വണ്ടി പോകുന്നു. നേരത്തെ കിടന്ന് ആ തണുപ്പ് എല്ലാം ഫീൽ ചെയ്തു. ഏറ്റവും വളം ഇതെല്ലാം തെറ്റ് ദൂരെ കാണാം മലനിര. നമ്മൾ ശബരിമല റൂട്ട് പോകുന്നുണ്ടല്ലേ. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ പയ്യന്മാരെല്ലാം നിർത്തുന്നുണ്ട്. പ്രവീൺ, ജിമ്മ എല്ലാവരും ഉണ്ട്.
താടി താടി നമസ്കാരം താടി. ഇത് നമ്മളെ പ്രശാന്ത് അളിയെ ഉള്ളതില് ഏറ്റവും വലിയ ആഭാസായി. എല്ലാരും ഉണ്ട്. നിനക്ക് അതിനെ കുറിച്ച് അല്ല അറിയാമോ? നിന്നെയാണ് ഇന്ന് ഹൈലൈറ്റ് ആയിട്ട് കാണിച്ചേക്കണ. നിന്നെയാണ് ഹൈലൈറ്റ് ആയിട്ട് കാണിച്ചേക്കണ. ഇതാണ് നമ്മളെ വണ്ടി സ്റ്റാർട്ടാക്കിയ നടേ. നമ്മള് റീച്ച് ചെയ്തിട്ടുണ്ട്. പയ്യന്മാരെല്ലാം എത്തിയിട്ടുണ്ട്. പാലായി ജിജിന്റെ വണ്ടി എല്ലാം എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ സ്വിമ്മിംഗ് പൂൾ. സ്വിമ്മിംഗ് പൂളില് കലക്കൽ വെള്ളമാണ്. ഇതാണ് നമ്മളെ സ്വിമ്മിംഗ് പൂള്. ഇതില് മനുഷ്യരാണെങ്കിൽ ഇറങ്ങി കുളിക്കൂടാ. എല്ലാവരും ഉണ്ട്. സ്വിമ്മിംഗ് പൂളിൽ വെള്ളം അറിയ കലങ്ങലും ഉള്ള. ഇത് എനിക്ക് വേണേ അവിടെ നിന്ന് പറഞ്ഞതാണ്. ശ്രീത്ത് അവിടെ ചെന്ന് എന്തൊക്കെ നോക്കുകയാണ്. അടുത്ത സെറ്റ് ചെയ്യാനുള്ള എന്തോ ഇത് നോക്കുകയാണ്. അളിയാ ഞാൻ ഇത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ആരും വിശ്വസിച്ചില്ലല്ലോ. ഇത് സ്വിമ്മിംഗ് പൂളിടെ സ്വിമ്മിംഗ് പൂളെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? സ്വിമ്മിംഗ് പൂള് കലങ്ങല് വെള്ളമാണെന്നേ ഉള്ളൂ. ഇത് മലയിൽ നിന്ന് ഡയറക്റ്റ് കൊണ്ടുവരുന്നതാണ്. കണ്ട് അത് ഇതിൽ കിട്ടൂല. ഇവിടെ ഒരു കൊച്ചു കുരങ്ങൻ. അപ്പോൾ കലാപരിപാടികൾ തുടങ്ങല്ലേ? അതാ നമ്മളെ പ്ലംബർ വാസു. വാവ സുരേഷിൻ്റെ മെയിൻ സന്തത സഹചാരിയായ മൂന്നാണ്ടി. താടി പോയച്ചാ എല്ലാം വന്നിരിക്കണം. നമ്മളെ കോട്ടയത്താണ്. അതുകൊണ്ട് അവിടെ കാണുന്നത്. അവിടെയാണ് ഇന്ന് അർമ്മ ചെയ്യാൻ പോണത്. ചേട്ടന്മാര് നമ്മളെ കൈയെടുത്ത് കാണിക്കുകയാണ്. നമ്മളെ റൂം സെറ്റാണ്. കണ്ടാ ഇതാണ് നമ്മുടെ റൂം. ഡോർമെട്രി സെറ്റപ്പാണ്. അഫോർഡബിൾ റേറ്റാണ്. എല്ലാം നീറ്റാണ്. അപ്പം നമ്മൾ ഇന്നിവിടെയാണ് നമ്മൾ കഴിയാൻ പോകുന്നത്. അടിപൊളിയാണ്. ഇഞ്ചിയാണോ മഞ്ഞളാണോ അറിയാതെ ചുരണ്ടുകയാണ്. ഈസ്റ്റേന്റെ ചില്ലി പൗഡർ, നല്ല ഉപ്പ്, ചിക്കൻ മസാല, ചിക്കൻ സുല്ല് കഴുകുന്നുണ്ട്. അല്ലേടെ ചിക്കൻ സുല്ല് കഴുകുന്നുണ്ട്. അതൊന്ന് കാണിച്ചോളൂ. നമ്മുടെ മെയിൻ ഷെഫ് സുല്ല ചിക്കന് കൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. ഇത് ചിക്കൻ ബ്രോയിലർ ചിക്കൻ വെട്ടി കറിക്ക് വേണ്ടി വെട്ടി വാങ്ങിക്കൊണ്ട് വന്നതാണ്. ഇപ്പൊ ഇതിനെ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശരീരത്തിലിട്ട് കഴുകിയിട്ട് ഇതിന് നേരെ ഉരുളിയിലോട്ട് ആക്കുകയാണ്. ഇതാണ് ആ പറഞ്ഞ ഉരുളി. ഇത് പൈപ്പ് ഉള്ളതാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. കിഴങ്ങിന്റെ പരിപാടി എന്താ കളിയാ? പ്രശാന്ത് എന്തോ തൊലിച്ചോണ്ടിരിക്കുകയാണ്. എന്തിനാ തൊലിപ്പിക്കണമെന്ന് അറിഞ്ഞൂടാ. വീഡിയോ ഇത് കൊച്ചുള്ളി, ഇത് സവാള, ഇത് മരിച്ചത്. നമ്മളിത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് ഒരു മിശ്രിതം ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾ കണ്ടത് ടച്ചപ്പിന് ടൈറാണ് നല്ലത്. ഒരു അഭിപ്രായത്തിൽ ടച്ചപ്പിന് ടൈറാണ് നല്ലതെന്നാണ് പറയുന്നത്. അവൻ ഒഴിച്ചടിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കത് നോക്കാം. അത് നിങ്ങൾക്ക് വ്യൂസിനായി നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. സൗണ്ടൊക്കെ മാറ്റും കേട്ടോ. വേറെ ആൾക്കാരുണ്ട്. ബീസി അതാ ഉള്ളി തൊലിക്കണ സഞ്ജിത്തളിയെ. താടി പ്രശാന്ത്, റാണി, ഡ്രൈവർ റാണി, സുനില്, അഭിലാഷ്, പാലൈ,
ആ ജിമ്മ് പ്രവീണ്. ഗ്രിൽഡ് ചിക്കന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മളെ രായേഷ് സെറ്റ് ചെയ്തോണ്ടിരിക്കണ. ഗ്രിൽഡ് ചിക്കൻ ഒന്നിനൊരു കുറവില്ല. നമ്മുടെ കപ്പ പുഴുങ്ങിയ ശ്രീകുമാർ, ഈ ഉള്ളി തൊലിക്കുന്ന സഞ്ജിത്ത്. ചെറിയ ഉള്ളി എന്ന് പറയുന്നത് ചെറിയ ഉള്ളി. ഇതൊക്കെ ആശ്ചര്യം കണ്ടിട്ടേ നിങ്ങൾക്ക് അവിടെ പോയി ചെറിയ ഉള്ളി തലയ്ക്ക് അറിയാം. ഇന്നലെ ബിരിയാണിയുടെ പടം ഇട്ട ഒരുത്തനുമില്ല. വൈകുന്നേരത്തിന് ശേഷം ഒരുത്തനുമില്ല. ഒരു 50 രൂപ ബിരിയാണിയുടെ പടം ഗ്രിൽഡ് ചിക്കന് വേണ്ടിയിട്ടുള്ള ഗ്രേവി മിക്സ് ചെയ്യുന്നതാണ് നമ്മളെ താടി പ്രശാന്ത്. ഗ്രിൽഡ് ചിക്കന് വേണ്ടിയിട്ടുള്ള ഗ്രേവി മിക്സ് ചെയ്യുന്നതാണ് പ്രശാന്ത്. ഉള്ളിയും പച്ചമുളക് വഴറ്റിയെടുക്കുകയാണ് സുനില്. നമ്മളെ ചീഫ് ഷെഫ് സുനിലാണ് നമ്മളിന്നത്തെ കുക്ക്. സുനിലെന്നങ്ങോട്ട് നോക്ക്. ചിക്കൻ പെരട്ട് റെഡിയായി വരുന്നുണ്ട്. ഫോണ് പോയാൽ നമുക്ക് കല്ലുമല്ലേ. നമ്മളെ ട്രഷറർ ശ്രീത്ത്, അറ്റൻഡർ സഞ്ജിത്ത്, സഞ്ജിത്ത് തവള എഡിറ്റിംഗ്. പക്ഷെ നമ്മളെല്ലാം എടുക്കും. ആണ്ടി അഭിലാഷ് അല്ലെ നീ ശരിയാടെ. അത് നമ്മളെ താടി തന്തൂരിയുടെ ഷെഫാണ്. അതാ വലിയ ഡിസ്കഷൻ. ഡിസ്കഷനിൽ നമ്മൾ അജിത്തും ജിതിനുമാണ്. പാലൻ അളിയെ Ready, 1, 2, 3, start. ജിതിനെ അറിയാം. ചോറുണ്ട്, ചോറുണ്ട്, ഉച്ചയ്ക്ക് ഉണ്ണാനായി ചോറുണ്ട്, പച്ചറിട്ടാറുണ്ട്, ഉച്ചയ്ക്ക് ഉണ്ണാനായി ചോറുണ്ടോ. പാമ്പുണ്ട് ചേട്ടാ. ടൂറിന്റെ ഇന്നത്തെ രാത്രിയുള്ള കലാപരിപാടികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഗാനമേളയും ഡാൻസും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടെ ഗ്രില്ലിൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവരവിടെ ഡാൻസും പാട്ടൊക്കെ ആയിട്ടൊരു മേളമാണ് ഗ്രില്ല്. ബാക്കി എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് പരിപാടിയിലോട്ട് നടക്കാം. എപ്പോ വരും നിന്റെ അമ്മാവന്മാര് പൊന്നു, എപ്പോ വരും നിന്റെ അമ്മാവന്മാര് പൊന്നു. ഗാനം ഇവിടെ തകർത്തോണ്ടിരിക്കുകയാണ്.
നിന്റെ ഒരു ചെങ്കുറിഞ്ഞി പൂവിൽ മൃദു ചുംബനങ്ങൾ താരാപദം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ തേടുന്നതെന്തിനോ ഉളിരോ കൂട്ടിനോ നിന്റെ കരളിലെ പാട്ടിനോ മനസ്സിന്റെ പിന്നിത്തലയിലെത്തിപ്പിഴിത്തിരി മുത്തകിടന്ന് തിളങ്ങൂലേ മുത്തകിടന്ന് തിളങ്ങൂലേ മുത്തകിടന്നൂലേ അന്തിക്കടപ്പുറത്തോടോല കൂടെ എടുത്ത് നാലും മുട്ടി മുറക്കി നടക്കണതാരാണ് ആരാണ് രാത്രി നമ്മുടെ ഡിന്നറാണ്. കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. കപ്പയും ചിക്കനും കൂടെ ചേർത്ത് നല്ല സൂപ്പർ കപ്പ ബിരിയാണി. സുനിലാണ് ഷെഫ്. സുനില, കപ്പ ബിരിയാണി എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? നമ്മളെ രാവിലെയുള്ള സീനറിയാണ്. രാവിലെ എല്ലാവരും എണീറ്റിട്ടുണ്ട്. അപ്പോൾ രാവിലെ കട്ടൻ ചായ ഇടാനുള്ള ഒരു പരിപാടിയിൽ കുറച്ചുപേര് പോയിട്ടുണ്ട്. അതാ കട്ടൻ ചായ ഇടുന്ന ഇന്നലത്തെ ഇവിടുത്തെ കലാപരിപാടികളാണ് അത് കാണുന്ന. ജിമ്മ കഴിച്ചതൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. കട്ടൻ ചായ ഇടുന്ന ശ്രീജിത്ത്, കോർഡിനേറ്റർ ശ്രീജിത്ത്. കട്ടൻ ചായക്ക് വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. ഇഞ്ചി കളിയ പള്ളി വെച്ചിട്ട് നമ്മള് അരുവിയിലോട്ട് കുളിക്കാൻ പോകും. ഇന്നലെ രാത്രി പ്രാവിന്റെ മുട്ട പ്രാവ് കൊത്തി പൊട്ടിച്ച മുട്ട ഒരെണ്ണം പച്ചമുളക്, രണ്ടെണ്ണം പച്ചമുളകോടെ കപ്പത്തുണ്ടാവണ്ടേ? ചപ്പാത്തി പുറത്ത് ഉണ്ടാകാം. തണുക്കണ കളിയാ തണുക്കണ. പാവം കസേരകൾ അനാഥമായി കിടക്കുന്നു. ഇത് വേറെ ലൈറ്റാ. സുഖം ഉറക്കാം. എണീറ്റ് ചായയും കുടിച്ചിട്ട് കിടന്നുറങ്ങണം. സുനിലും ചായ സുനിലും നല്ല സുഖം ഉറക്കും. നമ്മളെ ഇന്നത്തെ ട്രിപ്പിന്റെ ഞാനും സഞ്ജിത്തും നേരത്തെ ഇറങ്ങിയാണ്. ബാക്കിയുള്ള ടീമുകളെല്ലാം ഉണ്ട്. കണ്ട എല്ലാവരും ഉണ്ട്. അപ്പൊ നമ്മള് നേരത്തെ ഇറങ്ങിയാണ്. അപ്പോ ബാക്കിയുള്ളവരെല്ലാവരും ഒരു 10 മണിയാകുമ്പോൾ ഇറങ്ങും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിലും നല്ല അലമ്പുകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. दोस्ती हम नहीं तोड़ेंगे
तेरा साथ ना छोड़ेंगे, ये दोस्ती हम नहीं तोड़ेंगे, तोड़ेंगे दम मगर तेरा साथ ना छोड़ेंगे। मेरी जीत तेरी जीत, तेरी हार मेरी हार, सुन मेरे यार। तेरा गम मेरा गम, मेरी जान तेरी जान, ऐसा अपना प्यार जान पे भी खेलेंगे।